നമ്മൾ ചെയ്യാൻ പോണ ചാലഞ്ച് എന്ന് വെച്ചാൽ ഡബിൾ വെക്ടർ ചാലഞ്ചാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ BR സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ചാനൽ ഭയങ്കര ഡൗൺ ആണ് ഗൈസ്. ഡൗൺ എന്ന് പറഞ്ഞാൽ പക്ക ഡൗൺ ഉണ്ട്. എല്ലാവരും ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും ഗൈസ്. സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഗൈസ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റേ ഇത് കിട്ടിയായിരുന്നു, അതായത് ഒറച്ചുമാറ ബണ്ടിൽ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഗെയിം പിറ്റേ ദിവസമായപ്പോൾ ഗെയിം എടുത്തിട്ട് നമ്മളതിൻ്റെ ഫസ്റ്റ് വ്ളോഗിലുണ്ട് അത്. ഇപ്പോൾ ആണെങ്കിൽ എൻ്റെ കയ്യിൽ അതില്ല. നമുക്ക് ഈ ചാലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ആര് റിക്വസ്റ്റ് അയച്ച് അക്സെപ്റ്റ് ചെയ്ത്. അതാണ് ഗൈസ് പ്രശ്നം. ഇപ്പോൾ കുറേ പേരെ നിന്ന് ഇങ്ങനെ പോയി. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ നിന്ന് ഇങ്ങനെയൊക്കെ പോയി. ഗെയിം ഗിഫ്റ്റ് അയച്ചു കൊടുത്തു അവർക്ക്. നമ്മൾ ലാസ്റ്റ് ഇതൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. എത്ര മിനിറ്റ്, 40 മിനിറ്റ് 50 മിനിറ്റ് എന്തോ ഗെയിം കളിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പീക്കി പോയിറങ്ങാം. അവിടെ നമ്മൾ ഡബിൾ വെക്ടറൊക്കെ പെട്ടെന്ന് കിട്ടും. നമ്മൾ പീക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചാടിയിട്ടുണ്ടേ. ഓഹേ നമ്മളപ്പോൾ കുറേ ആൾക്കാരുണ്ട്. പെട്ടെന്നാണ് തോന്നണത്. തുടക്കത്തിൽ തന്നെ ഡബിൾ വെക്ടർ കിട്ടിയ ഭാഗ്യം. അതുവരെ ഇപ്പോൾ കിട്ടണ വെച്ച് കളിക്കാനേ പറ്റും. അങ്ങനെ തുടക്കത്തിൽ തന്നെ ചത്തിട്ടുണ്ട് ഐശ്വര്യമായിട്ട്. ഓക്കെ, എന്നാലും നമ്മൾക്ക് ഒരു ഇതുമില്ല, പീക്കിൽ തന്നെ ഇറങ്ങും. ഏത് വൈബ്. ഇന്നത്തെ ചാലഞ്ച് എന്ന് വെച്ചാൽ ഡബിൾ വെക്ടർ കിട്ടിയിട്ട് ബൂയ ഓർ നോർ എന്നാണ് നോക്കണേ. ബൂയ അടിക്കാനാണ് മെയിൻ ടാർഗറ്റ്, അതും ഡബിൾ വെക്ടറിൽ. ഗൈസ് അങ്ങനെ നമ്മൾ ചത്തിട്ടുണ്ടേ. നമുക്ക് ഒരു കളിയും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഫൈനൽ മാച്ച്. ഇതിലും കിട്ടിയില്ലെങ്കിൽ ഈ ചാലഞ്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചെറിയ പനിയൊക്കെ പിടിച്ച് ഗൈസ്. ആർക്കെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഗിഫ്റ്റ് അയച്ചു തരാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഗിഫ്റ്റോ ഡയമണ്ട് അയച്ചു തരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ ഇത് കൊടുത്തേക്കാം. ഏത് UID ദയവ് ഇത് ഗിഫ്റ്റ് അയച്ചു തരാൻ പറ്റുന്നവരെ അയച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. ഗിഫ്റ്റ് അയച്ചു തരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അയച്ചു തരുന്ന ഗൈസ്. ഗൈസ് 2 പ്രോ പ്ലെയർ, ഓൾഡ് പ്ലെയർ ലോലിമോട്ട് ഇട്ട് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കളിയും പീക്കിൽ തന്നെ ഇറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കളിയും കൂടി പീക്കി ഇറങ്ങാം. ഓക്കെ ഗൈസ്, എല്ലാവരും പവറാക്കുക. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. പെട്ടെന്ന് ലൈക്ക് അടിച്ചാൽ നമുക്ക് പവർ വരും ഗൈസ്. ഏത് പവർ വന്നാലേ ബൂയുള്ളു ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കുക പെട്ടെന്ന്. നമ്മൾ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു 5 ലൈക്കാണ്. 5 ലൈക്ക് മാത്രം മതി. വ്യൂസ് ഒന്നും ടാർഗറ്റ് ലെസ്സാണ്. 1000 വ്യൂയോ 10 വ്യൂയോ അത്രയൊക്കെ 10 ആയാലും മതി നമുക്ക്. എല്ലാവരും ലൈക്ക് ചെയ്യുക. 5 ലൈക്കെങ്കിൽ 5 ലൈക്ക് ഉള്ളത് മതി. ഏത് മൂഡ്, ഉള്ള മൂഡ്. സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ മാക്സിമം ഒരു ഹാർഡ് കോർ പ്ലെയറാണ് ഗൈസ്. എപ്പോൾ ഒരുത്തിനെ കൊന്നാലും 1 HP ആയിരിക്കും. ഞാൻ ഇന്ന് ലാബിൽ കുറേ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു, മീൻസ് ഓഫ്ലൈനിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫുൾ ഇതായിരുന്നു. ഏത് ഒരുത്തനെ കൊല്ലും 1 HP അങ്ങനെയായിരുന്നു. ഒരു ഹാർഡ് കോർ പ്ലെയർ എന്ന് പറയാം വേണമെങ്കിൽ. അതാണ് എൻ്റെ ഒരു അവസ്ഥ.
ഗൈസ് നമ്മളെ ഫസ്റ്റ് അല്ല നമ്മളെ സെക്കൻഡ് കില്ല് കിട്ടിയിട്ടുണ്ട്. സ്പീക്ക് ഒരിക്കലും സേഫ് അല്ല. ചത്ത്. ഓ അവർ റിവെഞ്ച് എടുത്ത് നമ്മൾ ആദ്യം കൊന്നവനല്ല ഇപ്പം കൊന്നവൻ വീണ്ടും വന്ന് തലക്കെട്ട് അടിച്ചു വന്നു കേസ്. അവർ റിവെഞ്ച് കുഴപ്പമില്ല, നമുക്ക് ഒരു കളിയും കൂടി നോക്കാം കേസ്. ഇത് ഫൈനൽ മാച്ച്. ഡബിൾ വെക്ടർ കിട്ടണില്ല കേസ്, അതാണ് വേറെ വിഷയം. നമ്മളിപ്പോൾ ഇവിടെ ഇമ്മോട്ടിട്ട് കളിക്കുകയാണ്. പിന്നെ നമ്മൾ CS ഹീറോയ്ക്ക് അടിച്ചിരുന്നു. നമ്മൾ അതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക ഗൈസ് പ്ലീസ്. ചാനലെന്ന് വെച്ചാൽ കട്ട ഡൗൺ ആണ്. പിന്നെ എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതിൻ്റെ ലിങ്ക് എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യേ. നമ്മൾ പീക്കിലോട്ട് ഇറങ്ങുകയാണേ. ഫസ്റ്റ് തന്നെ ഡബിൾ വെക്ടർ കിട്ടിയാൽ അത്രയും നല്ലത്. ജസ്റ്റ് മിസ്സാവാൻ ഇപ്പം ചാവുകയായിരുന്നു. കുഴപ്പമില്ല, നമുക്കൊന്നും കൂടി നോക്കാം. എന്തായാലും ഇന്ന് ബൂയ അടിച്ചിട്ടേ പോകൂ. ഗൈസ് ചത്തുപോയി. എവിടെ നിന്നോ ഒരു അടി വന്നു. ഇവിടെ അകത്ത് ഒരു ഒളിച്ചിരുന്ന് അടിക്കായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, ഒന്ന് ട്രൈ യുവർ ബെസ്റ്റ് എന്നല്ലേ. നമ്മളാണെങ്കിൽ ഒരു 20 മിനിറ്റിൻ്റെയൊക്കെ അകത്തുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. വയ്ക്കണോ വേണ്ടേ? വയ്ക്കണ്ട, നമുക്ക് ബാക്കിയുള്ളവരെ ഒന്ന് ലൂട്ടാം. രാമല്ല നമ്മളെ ഒന്ന് ലൂട്ടും. ശരിയല്ലല്ലോ. ലൂട്ട് 20 രൂപ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഈ കളി പീക്കിൽ തന്നെ ഇറങ്ങാം. അടുത്ത കളി മില്ലി ഇറങ്ങാം. അടുത്ത കളി എങ്ങനെയാണെന്ന് നോക്കട്ടെ. ലോബിൽ ആൾക്കാർ പവറുള്ളവരാണെങ്കിൽ ഇവിടെ പീക്കിൽ തന്നെ ഇറങ്ങാം, അല്ല മില്ലി ഇറങ്ങാം. പവർ കുറഞ്ഞവരാണെങ്കിൽ പീക്കി ഇറങ്ങാം. മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ ചിലമാർ തേർഡ് പാർട്ടി ആയിട്ട് അടിക്കാൻ വരും. നമ്മളിപ്പോൾ ഒന്നിൻ്റെ കൊന്നുകൊണ്ടിരിക്കുമ്പം വേറൊരുത്തന്മാർ എവിടെ നിന്നെങ്കിലൊക്കെ വന്നടിക്കും. അങ്ങനെയുള്ളവന്മാരെ ഫോണ് വൃത്തികെട്ടവന്മാർ. പക്ഷെ ഞാൻ ആ ടൈപ്പിൽ പെട്ടതാണ്. ഏത് അപ്പം നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട്. ലാൻഡ് ആയപ്പോൾ തന്നെ നമുക്ക് M4A1 ആണ് കിട്ടിയത്. M4A1 പ്ലാസ്മ.
ഗൈസ് നമ്മൾ ഇത് മാക്ടൻ മാറ്റിയിട്ട് ഇതെടുത്തിട്ടുണ്ട് P90. എനിമി ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ തീർത്ത്. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി പണി ചെയ്യാം. നമുക്ക് 3 കില്ലും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചാലഞ്ചൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ആ ചാലഞ്ചൊക്കെ ചെയ്യാം മാക്സിമം. കമൻറ്റ് ചെയ്യണ അനുസരിച്ച് നമ്മൾ ചെയ്യണതാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ് എന്തായാലും. ജസ്റ്റ് മിസ് ഇപ്പം ചത്തനെ ഒരുത്തം ബാക്കിൽ നിന്ന് മുടിയൊക്കെ കയറി വന്നിട്ടുണ്ടേ. പെട്ടെന്ന് മെഡലടിക്കാം. ഗൈസ് ഒരു സെറ്റായി. ഡബിൾ വെക്ടർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓ ഗൈസ് AW കൊണ്ടു, പക്ഷേ അത് AW എടുക്കാൻ പറ്റൂലല്ലോ. ഡബിൾ വെക്ടർ ഉള്ള ചാലഞ്ച് അല്ലേ. നമുക്കിനി പീക്ക് അങ്ങ് വിടാം, പീക്കിൽ ഇനി പിന്നെ വരാം. അപ്പോൾ പീക്ക് ക്ലിയർ ആയിട്ട് പോകണോ? പോവാം, പിന്നെ വരാല്ലേ. എവിടെ നിന്നെങ്കിലൊക്കെ വാണങ്ങൾ വരും. ഇവിടെ ഒരു വാണമുണ്ട്, ചാവ് വാണോ. ഇപ്പം ഗൈസ് നമ്മൾ ഒരുത്തന്നെ കൂടി തീർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 കില്ലാണ്. 10 കിൽ പ്ലസ് പോയി നോക്കാം. ഇവിടെ ഒരു എനിമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സ്കാനറിൽ ഇവിടെ ഒരു എനിമി ഉണ്ടെന്നാണ് പറയണത്. ഉണ്ടാ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു എനിമി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ കാണാമല്ലോ ഗൈസ് ഉണ്ട്. സ്കാനറിൽ സ്പോട്ട് ചെയ്തായിരുന്നു. പക്ഷെ ഇതായി പുള്ളിക്കാരൻ്റെ വെസ്റ്റൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഒരു പരിധി ഉണ്ട്. ഞാൻ വലിച്ചു ഓടിച്ചിട്ട്